Hi students, today we are going to study the lesson The News Spreads from your Unit 1 Life with Grandfather. Then grandfather stood up and went outside and called aloud, "Come Raja, come, I won't beat you." But I did not answer him, for I thought that he would beat me. കഴിഞ്ഞ ലെസണിൽ നമ്മൾ വായിച്ചു മേക്കിംഗ് എ ഷവർ എന്ന ആ ലെസണിൽ നമ്മൾ പഠിച്ചു മുല്ലമരം പിടിച്ചു കുലുക്കിയപ്പോൾ മുത്തച്ഛനാകെ നനഞ്ഞു. ദേഷ്യം വന്നിട്ട് രാജയെ അടിക്കാൻ രാജയുടെ പിന്നാലെ ഓടിയപ്പോൾ മുത്തച്ഛൻ തട്ടി വീണു. അങ്ങനെ മുത്തച്ഛൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റിട്ട് എന്താ പറഞ്ഞത്? ദ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ് ആൻഡ് കോൾഡ് അലൗഡ്, "കം രാജ, കം, ഐ വോണ്ട് ബീറ്റ് യു." രാജ ഓടി അവിടെ വാ, ഇവിടേക്ക് വാ, ഞാൻ നിന്നെ അടിക്കില്ല. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം. ഞാൻ മുത്തച്ഛന് മറുപടി ഒന്നും കൊടുത്തില്ല. ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ. ഞാൻ വിചാരിച്ചു എന്നെ അടിക്കുമെന്ന്. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ്, "ഹി വോണ്ട് കം. യു ഡ്രോവ് ഹിം അവേ. ഐ ഹേർഡ് യു സേ ദാറ്റ് you would beat him if he came home. Poor child, he is afraid of you and has run away." മുത്തശ്ശിക്ക് രാജനെ കാണാതെ ഇപ്പോൾ ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, "അവൻ വരില്ല, നിങ്ങൾ അവനോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കേട്ടു." "You drove him away. I heard you say that you would beat him if he came home." നീ വീട്ടിൽ വന്നാൽ നിന്നെ ഞാൻ അടിക്കും എന്ന് പറയുന്നത് ഞാൻ കേട്ടു. "Poor child, he is afraid of you and has run away." മുത്തച്ഛനെ പേടിച്ചിട്ടാണ് അവൻ ഓടിപ്പോയത്. Grandfather called the servants and asked them to go out and look for me. They went out, but after a while returned to say that they could not find me. Grandmother started weeping. Grandfather started walking up and down the courtyard. Grandfather called the servants and asked them to go out and look for me. മുത്തച്ഛൻ എന്താ ചെയ്തത്? അവിടുത്തെ വേലക്കാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, "നിങ്ങൾ പുറത്തൊക്കെ പോയി രാജയെ അന്വേഷിക്കുക, രാജ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് വരാൻ പറഞ്ഞു." അവർ അതനുസരിച്ച് they went out, but after a while returned to say that they could not find me. രാജയെ ഞങ്ങൾ കണ്ടില്ല, എല്ലായിടത്തും തിരഞ്ഞു എന്ന് പറഞ്ഞ് വേലക്കാരൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. ഇത് കേട്ടപ്പോൾ എന്താ സംഭവിച്ചത്? മുത്തശ്ശി കിടന്ന് കരയാൻ തുടങ്ങി. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ കോർട്ട്യാർഡ്. മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ആകെ വിഷമിച്ച്, രാജയെ കാണാതെ ആയപ്പോൾ ആകെ വിഷമിച്ചിട്ട് മുത്തശ്ശൻ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. The news that I was missing spread. Our neighbors came first, then our relatives, and then others who had heard the bad news. Many came to offer their sympathies to grandmother. The news that I was missing spread. രാജയെ കാണാനില്ല എന്നുള്ള വാർത്ത എല്ലായിടത്തും പരന്നു. Our neighbors came first, then our relatives, and then others who had heard the bad news. കേട്ടവർ ആദ്യം അയൽവാസികൾ വന്നു, പിന്നെ ബന്ധുക്കൾ വന്നു, പിന്നെ ഇത് കേട്ടവർ മുഴുവൻ വീട്ടിലേക്ക് ഓടി വരാൻ തുടങ്ങി. Many came to offer their sympathies to grandmother. എല്ലാവരും വന്നിട്ട് ആശ്വസിപ്പിക്കാൻ തുടങ്ങി. മുത്തശ്ശിനെയൊക്കെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. Grandfather did not like this. He started, "Nothing has happened to the boy. He is hiding somewhere. Can't some of you go out and find him instead of wasting your time here?" എന്താ ഗ്രാൻഡ് പറഞ്ഞത്? ഗ്രാൻഡ് ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. ഇതൊക്കെ കണ്ടപ്പോൾ മുത്തശ്ശന് തീരെ ഇഷ്ടമായില്ല. ആൾക്കാരിങ്ങനെ വന്ന് ആശ്വസിപ്പിക്കുന്നതൊന്നും മുത്തശ്ശന് ഇഷ്ടമായില്ല. മുത്തശ്ശൻ ഉച്ചത്തിൽ ദേഷ്യത്തോടെ പറഞ്ഞു, "Nothing has happened to the boy." അവനൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. "He is hiding somewhere." അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. "Can't some of you go out and
ഫൈൻഡ് ഹിം ഇൻസ്റ്റഡ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ. ഇവിടെ വന്ന് വെറുതെ സമയം കളയുന്ന നേരം പുറത്തു പോയിട്ട് നിങ്ങൾക്ക് അവനെ ഒന്ന് അന്വേഷിച്ചുകൂടെ എന്ന് വന്നവരോട് മുത്തശ്ശൻ പറഞ്ഞു. സം ഓഫ് ദം വെൻറ്റ് ഔട്ട് ടു സെർച്ച് ഫോർ മീ. അത് കേട്ടപ്പോൾ കുറേ പേര് പുറത്തേക്ക് പോയി രാജയെ അന്വേഷിച്ചു തുടങ്ങി. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദർ വാസ് എ ബിഗ് ക്രൗഡ്. By now, grandmother had lost all hope of seeing me again. She started telling the people what a good boy I was. The search parties returned without finding me. Grandmother started weeping loudly. The woman in the crowd also wept. The servants of the house joined in the wailing. They all acted as if I were dead. എന്താ സംഭവിച്ചത്? മോർ ആൻഡ് മോർ പീപ്പിൾ കെയും ആൻഡ് സൂൺ ദർ വാസ് എ ബിഗ് ക്രൗഡ്. കുറേ പേര് വീണ്ടും വീണ്ടും ജനങ്ങൾ ഇത് കേട്ടവർ വീട്ടിൽ വന്ന് തടിച്ചു കൂടാൻ തുടങ്ങി. അവിടെ ഒരു ചെറിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായി. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം. ബൈ നൗ ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് സീയിങ് മീ അഗെയിൻ. എന്നെ കാണാൻ പറ്റുമെന്നുള്ള ആശ എല്ലാം അസ്തമിച്ചു. മുത്തശ്ശി കരച്ചിൽ തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് ടെല്ലിങ് ദ പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്. എന്ത് നല്ല കുട്ടിയായിരുന്നു ഞാനെന്ന് മുത്തശ്ശി അവിടെ കൂടിയിരിക്കുന്നവരോടൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ദ സെർച്ച് പാർട്ടീസ് റിട്ടേൺ വിത്തൗട്ട് ഫൈൻഡിങ് മീ. എന്നെ അന്വേഷിക്കാൻ പോയവർ എന്നെ കാണാതെ തിരിച്ചു വന്നു. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. ദ വുമൻ ഇൻ ദ ക്രൗഡ് ആൾസോ വെപ്റ്റ്. The servants of the house joined in the wailing. They all acted as if I were dead. അവിടെ തടിച്ചുകൂടിയവരെ രാജയെ കാണാനില്ല എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങി. മുത്തശ്ശി കരച്ചിൽ തുടങ്ങി. അത് കേട്ടപ്പോൾ അവിടെയുള്ളവരൊക്കെ കരയാൻ തുടങ്ങി. I felt very sorry for our grandmother. I wanted to come out. മുത്തശ്ശി കരയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വിഷമായി. എനിക്ക് താഴെ ഇറങ്ങി വരണമെന്ന് ഉണ്ടായിരുന്നു. Grandfather was a man of strong will, but I knew that he too felt very sad. He did not, however, lose hope. He stood up, turned in the direction of our family temple and prayed. Help me, God, he said. Give me my child. I want him now. I cannot wait any longer. He then stood silent in prayer. മുത്തശ്ശി കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ മുത്തശ്ശൻ എന്താ ചെയ്തത്? ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ. നല്ല മനക്കരുത്തുള്ള ആളായിരുന്നു എൻ്റെ മുത്തശ്ശൻ. ബട്ട് ഐ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്. നല്ല മനോധൈര്യം ഉണ്ടായിരുന്നാലും മുത്തശ്ശനും ആകെ വിഷമായി. ഹീ ഡിഡ് നോട്ട് ഹവർ ലോസ് ഹോപ്പ്. എന്നാലും ആശ അസ്തമിക്കാതെ മുത്തശ്ശൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹി സ്റ്റുഡ് അപ്പ്, ടേൺ ഇൻ ദ ഡിറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രേഡ്. അവിടെ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിൻ്റെ സൈഡിലേക്ക് നോക്കിയിട്ട് അവിടേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ പ്രാർത്ഥിച്ചത്? ഹെൽപ്പ് മീ ഗോഡ്. എന്നെ സഹായിക്കൂ ദൈവമേ, എന്നെ സഹായിക്കണം. ഗീവ് മീ മൈ ചൈൽഡ്. എനിക്ക് എൻ്റെ മോനെ തിരിച്ചു തരണം. ഐ വാണ്ട് ഹിം നൗ. അവനെ എനിക്കിപ്പോൾ തന്നെ അവനെ കിട്ടണം. ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. എനിക്ക് അധികം സമയം ഇനി കാത്തിരിക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ എനിക്ക് കൊണ്ടുവന്ന് തരണം. ഹി ദെൻ സ്റ്റുഡ് സൈലൻ്റ് ഇൻ പ്രയർ. അവിടെ നിന്ന് മൗനമായി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അറ്റ് ദാറ്റ് മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺ. ആ സമയത്ത് ആരാ വന്നത്? അറ്റ് ദാറ്റ് മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺ. He learned what was happening at home. He looked around and guessed where I was. He came to the cowshed and asked me to come down. I came down. Uncle took me into the house. Grandfather had just finished his prayer and turned. As he opened his eyes, he saw me standing before him. He took me up in his arms in joy, hugged me and said, God heard my prayers and has given you back to us. ആ സമയത്ത്
അങ്കിൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവിടെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അങ്കിൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ അങ്കിളിന് കാര്യം മനസ്സിലായി. അറ്റ് ദാറ്റ് മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺ. ഹി ലേൺ വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്ഡ് വേർ ഐ വാസ്. അങ്കിൾ ചുറ്റും തിരിഞ്ഞു, എന്നിട്ട് ഊഹിച്ചു ഞാൻ എവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്കിള് ഊഹിച്ചു. He came to the cowshed and asked me to come down. എവിടേക്കാണ് പോയത് അങ്കിള് തൊഴുത്തിൻ്റെ അവിടേക്ക് ചെന്നു. കൗഷഡിൻ്റെ അവിടെ ചെന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, രാജാ ഇവിടെ വാ എന്ന് ഉറക്കെ വിളിച്ചു. ഐ കെയിം ഡൗൺ. ആ വിളി കേട്ടപ്പോൾ ഞാൻ വേഗം താഴേക്ക് ഇറങ്ങി വന്നു. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദി ഹൗസ്. എന്നെ അങ്കിള് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രെയർ ആൻഡ് ടേൺ. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ മുത്തച്ഛൻ്റെ പ്രാർത്ഥന അവസാനിപ്പിച്ച് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആസ് ഹി ഓപ്പൺ ഹിസ് ഐസ് ഹി സോ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. മുത്തച്ഛൻ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ മുത്തച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടു. He took me up in his arms in joy, hugged me and said, God heard my prayers and has given you back to us. മുത്തശ്ശൻ എന്നെ കണ്ടപ്പോൾ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, God heard my prayers and has given you back to us. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ഞങ്ങൾക്ക് നിന്നെ തിരിച്ചു തന്നു. മുത്തച്ഛന് ഭയങ്കര സന്തോഷമായി. ഇനി ഇതാരാണ് ഈ സ്റ്റോറി എഴുതിയത്? ഈ സ്റ്റോറി എഴുതിയത് കേശവൻ ശങ്കരപ്പിള്ളൈ. നോൺ ആസ് ശങ്കർ വാസ് എൻ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് റൈറ്റർ. കേശവൻ ശങ്കരപ്പിള്ളൈ നമ്മൾ സാധാരണ അറിയപ്പെടുന്നത് ശങ്കർ എന്നാണ്. ഇന്ത്യൻ കാർട്ടൂണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശങ്കർ ഫേമസ് കാർട്ടൂണിസ്റ്റാണ്, അതുപോലെ എഴുത്തുകാരനുമാണ്. ഹി ഈസ് particularly noted for his political cartoons. He is most remembered for establishing Children's Book Trust in 1957. Children's Book Trust 1957 അദ്ദേഹം സ്ഥാപിച്ചു. ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം ഇൻ 1965 ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥാപിച്ചു. ശങ്കർ വോൺ മെനി അവാർഡ്സ്. ധാരാളം അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? പത്മശ്രീ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ എക്സെട്ര. ഹിസ് വർക്ക് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഈസ് എ ഫിക്ഷൻ പബ്ലിഷ്ഡ് ഇൻ 1953. ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണ്? 1953. അപ്പോൾ ഇന്ത്യയിലെ ഒരു വളരെ പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റാണ് ശങ്കർ. അദ്ദേഹത്തിൻ്റേതാണ് ഈ സ്റ്റോറി. Dear students, please read and enjoy the story. Thank you.